അങ്ങനെ നമ്മുടെ അജയ് ഭൂമിയെ ജയിലിനകത്താക്കി ഒരു കേസും ചാർജ് ചെയ്ത് അവളെ അകത്താക്കുവാണ്. പക്ഷെ അകത്താക്കിയത് നമ്മുടെ അജയ്ക്ക് തന്നെ വമ്പൻ വിനയായിട്ട് മാറുന്നുണ്ട്. ഭൂമിയുടെ അച്ഛന് ക്യാൻസർ ആണെന്നുള്ള കാര്യം ഭൂമിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇനി അച്ഛന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് അച്ഛനോടത് പറയാൻ വയ്യാത്തതിന്റെ ഒരു വിഷമവും ഭൂമിക്ക് ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഭൂമി അജയുമായിട്ട് ആദ്യം ഒരു കോംപ്രമൈസിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും പിന്നീട് അതൊന്നും വേണ്ട, ഇയാൾക്ക് പറ്റിയത് എന്റെ സമരം തന്നെയാണെന്ന് പറഞ്ഞ് പാർട്ടി പ്രവർത്തകരെ എല്ലാം കൂട്ടുപിടിച്ച് ഭൂമി അജയ്ക്കെതിരെ വമ്പൻ പോരാട്ടം തുടരുകയാണ്. അജയ് മാപ്പ് പറയും എന്നുള്ള ഒരു ലെവലിൽ വരെ ഭൂമി അജയെ എത്തിക്കുന്നുണ്ട്. അജയുടെ വല്യമ്മാവൻ നമ്മുടെ സ്വന്തം സത്യദാസിന്റെ പഴയ 22 വർഷം മുൻപുള്ള കഥ, അനിയനെ കൊന്നു എന്ന് പറയുന്ന ആ ഒരു കഥ എന്താണെന്നുള്ളതും ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ജൂൺ 8-ാം തീയതിയിലെ എപ്പിസോഡ് 6 അജയുടെയും ഭൂമിയുടെയും വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയൽ എക്സ്പ്ലനേഷൻസിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കിയായിട്ട് കാണിക്കുന്നത് ഭൂമി വരുമ്പോഴത്തേക്കും ലക്ഷ്മി ചേച്ചി കാണിച്ചു കൊടുക്കാണ്, അതുകൊണ്ട് ഭൂമി നീ ഒന്ന് അങ്ങോട്ടേക്ക് നോക്കെന്ന് പറയാം. അപ്പോഴത്തേക്കും ഭൂമി നോക്കുമ്പോഴത്തേക്കും ഭൂമിയുടെ കടയുടെ ആ ഒരു പോൾ ഈസ്റ്റ് സ്റ്റേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ് അവിടെ വലിച്ചെറിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പോലീസൊക്കെ അങ്ങോട്ട് വരുവാണ്. 2-3 പോലീസൊക്കെ അങ്ങോട്ട് വന്നിട്ട് CI സാർ പറഞ്ഞു, നമുക്കത് ചെയ്യാതെ വേറെ വഴിയില്ല ഭൂമി, അല്ലെങ്കിൽ നമ്മുടെ ജോലി തിരക്കും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തതെന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും ഭൂമി പറയുന്നത്, ബാലേട്ട എന്നോടൊന്ന് വിളിച്ച് പറയാമായിരുന്നില്ലേ, നമ്മളൊക്കെ പുറമ്പോക്കായതുകൊണ്ടായിരിക്കുമല്ലേ നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. 2 വർഷമായിട്ട് ഞാൻ ഇവിടെ കട നടത്തുന്നതല്ലേ, എന്തെങ്കിലും ഒരു പ്രശ്നം ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭൂമി ആകെ വിഷമിച്ച് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും പോലീസുകാരനെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ആ 2 ചായ അകത്തേക്ക് കൊണ്ടുപോവാ എന്നിങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഭൂമി എന്ത് ചെയ്യാണ്, ഭൂമി സ്റ്റേഷനകത്ത് പോവാണ്. അവിടെ SI ഉണ്ട്. അപ്പോൾ SIയുടെ അടുത്ത് പോയിട്ട് കാര്യം പറയുവാണ്, ഇതുപോലെ എൻ്റെ കോഫി ഹൗസിൻ്റെ ബോർഡ് അത് താഴെ തള്ളിയിട്ടു, ഞാൻ അവിടെ ഒരു ഫണ്ണായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം എഴുതി വെച്ചത്, അത് നിയമവിരുദ്ധമാണെന്ന് അന്ന് ആരും പറഞ്ഞു തന്നില്ല, പക്ഷേ ഇപ്പോൾ ആ ബോർഡ് അവിടെ നിന്ന് എടുത്ത് കളഞ്ഞതും അത് നിയമവിരുദ്ധം അല്ലേ സാർ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, നിയമവിരുദ്ധം ഭൂമി, നിനക്ക് ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, SI ഒരു മൊരടനാണ്, അല്ല CI ഒരു മൊരടനാണ്, നിനക്ക് അറിയാലോ എന്ന് SI പറയുവാണ്. അപ്പോഴത്തേക്കും ഭൂമി പറയണേ, എനിക്കിനി വയ്യ സാർ, എനിക്കിനി പരാതിക്കോ പരിഭവത്തിനോ ഒന്നും ഞാനില്ല, എനിക്ക് വയ്യ, എൻ്റെ അച്ഛൻ ഇന്ന് രാവിലെ രക്തം മൂക്കിലൂടെയും വായിലൂടെയൊക്കെ ചുമച്ചിട്ട് വന്നിട്ട് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്, അച്ഛനെ ഹോസ്പിറ്റലിൽ എനിക്ക് കൊണ്ടുപോകണം, ആ കാര്യങ്ങളൊക്കെ നോക്കണം, പിന്നെ ഇതൊന്നുമല്ല, നിങ്ങൾ ആരും കാണുന്ന ഭൂമിയല്ല, ആ ഭൂമി ചിരിച്ചു കളിച്ച് നടക്കുന്നതാണ്, കോളേജിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച് പഠിക്കാൻ മുന്നേറണം എന്ന് ആഗ്രഹമുള്ള ഒരു ഭൂമി ഉണ്ടായിരുന്നു. പക്ഷേ ഭൂമി എന്ത് ചെയ്തു, അവളുടെ അച്ഛൻ്റെ അമ്മയുടെ സാഹചര്യം കാരണം അവരെയൊക്കെ നോക്കി വളർത്താനാണ് അവൾക്കിപ്പോൾ വിധിയുള്ളത്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അവരുടെയൊക്കെ ചെല്ലപ്പിള്ളയായിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട്, കാണുമ്പോൾ എല്ലാവർക്കും ഓവർ ആക്ടിങ് ആയിട്ട് തോന്നുമായിരിക്കാം, പക്ഷേ ആ ഭൂമിയുടെ ഉള്ളിൽ ചിരിക്കുന്ന ഒരു ഭൂമി ഇല്ല. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ കോഫി ഷോപ്പ് നടത്താൻ വേണ്ടി വരുമ്പോഴത്തേക്കും നിങ്ങളെയൊക്കെ കാണുമ്പോഴൊക്കെ ആണ് എനിക്കൊന്ന് അഭിനയിക്കാതെ ചിരിക്കാനും കരയാനും ഒക്കെ പറ്റുന്നത് എന്നിങ്ങനെ പറഞ്ഞ് വിഷമിച്ച് ഭൂമി അവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സാറിൻ്റെ അടുത്ത് ഭൂമി പറയുന്നത്, സാർ ഞാൻ സോറി പറയാൻ റെഡിയാണ്, CI സാറിൻ്റെ അടുത്ത് ഞാൻ സോറി പറഞ്ഞോളാം, എനിക്കൊരു ഈഗോ പ്രശ്നങ്ങളും ഇല്ല എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ SI പറയണം, സോറി ഒന്നും പറയേണ്ട ഭൂമി, നീ ആ ബോർഡ് എടുത്ത് വെച്ചോ, നിനക്ക് നിയമം അറിയാവുന്നുള്ളതല്ലേ, എന്തെങ്കിലും ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നീ അതങ്ങ് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് നമ്മുടെ ഭൂമി സ്റ്റേഷനിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കുമാണ് അജയ് ജനലിലൂടെ ഭൂമി ഇങ്ങനെ അവിടേക്ക് നമ്മുടെ കോഫി ഷോപ്പിലോട്ട് നടന്നു പോകുന്നത് കാണുന്നത്. എന്നിട്ട് അജയ് ദേഷ്യം കൊണ്ടിരിക്കുമ്പോഴത്തേക്കും SI റൂമിലേക്ക് കയറി വന്നിട്ട്, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്, സാറിന് ദേഷ്യം വരുമോ? അത് ദേഷ്യം വരുന്ന കാര്യമാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും, എന്താ? അതൊരു റിക്വസ്റ്റ് ഉണ്ട്, ആ ഭൂമിയുടെ കേസാണ്, അവള് കുടുംബ പ്രാരാബ്ധമായിട്ട് നടക്കുന്ന ഒരു കൊച്ചാണ്, നന്നായിട്ട് ഫസ്റ്റ് റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു, ഇന്ന് നമ്മുടെ ഈ നാട് തന്നെ ഭരിക്കേണ്ടിയിരുന്ന ഏതെങ്കിലും ഒരു അധികാരിയായിട്ട് അവൾ മാറിയേനെ, പക്ഷേ ദുഃഖവും പ്രാരാബ്ദവും ഒക്കെ നിറഞ്ഞിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവൾ അങ്ങനെ ആയതാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് കൺസിഡർ ചെയ്തുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയുള്ളൂ ഫ്രീ ആയിട്ട് അവളുടെ കടയിൽ നിന്ന്, ഇവിടെ സ്റ്റേഷനിൽ വരുന്നവർക്ക് അവൾ പരാതി എഴുതി കൊടുക്കുക, അങ്ങനെ നല്ല ഒരുത്തിയാണ് അവൾ, അപ്പോൾ അവളുടെ ആ ഒരു ബോർഡ് നമ്മൾ എടുക്കണമായിരുന്നു, നമുക്ക് തിരിച്ചു വെച്ചുകൂടെ എന്നൊക്കെയുള്ള ഒരു സംസാരം SI തുടങ്ങുമ്പോൾ തന്നെ CI കലിപ്പില്ല, താൻ നിർത്തണോ, എനിക്കിതൊന്നും കേൾക്കണ്ട, താൻ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്തോണം കേട്ടല്ലോ, പാവപ്പെട്ട ഇവിടെ ഞാൻ ഇന്ന് ആ ബോർഡ് എടുത്ത് മാറ്റുള്ളൂ, നാളെ കട തന്നെ ഞാൻ എടുത്ത് മാറ്റും, ഞാൻ അവളെ വെറുതെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചില്ല, സാർ ഒന്ന് ക്ഷമിച്ചേക്ക് സാർ. ഇല്ല, ഞാൻ അവളോട് ക്ഷമിക്കില്ല, ഒരിക്കലും ഞാൻ അവളോട് ക്ഷമിക്കില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ SI അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഭൂമിയെ ഫോൺ വിളിച്ച് പറയാണ്, ഭൂമി ഇയാൾ നന്നാവുന്ന ലക്ഷണമില്ല, നിന്നെ മുച്ചോടെ മുടിപ്പിക്കുമോ എന്നുള്ള വാശിയോടുകൂടി നിൽക്കുവാണെന്ന് പറയാണ്, നീ ഇനി സമരം തുടങ്ങിക്കോ, വെറുതെ വിടാൻ
നീ ഇനി ഉദ്ദേശിക്കേണ്ട എന്നിങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പാർട്ടി പ്രവർത്തകനെ പിടിച്ച് ജയിലിനകത്ത് ആക്കിയല്ലോ. അപ്പൊ അതിന്റെ സമരമായിട്ട് പാർട്ടിക്കാരെല്ലാം കൂടെ സമരം വിളിച്ച് നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വന്നിട്ട് CI മൂരാച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ്, സമരം വിളിക്കുവാണ്. അപ്പോഴത്തേക്കും ഭൂമി അത് കണ്ടുകൊണ്ട് വന്നിട്ട് ഭൂമിയും കൂടെ അതിൽ നിന്നൊരു കൊടി വാങ്ങിച്ച് പിടിച്ച് CI മൂരാച്ചി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പറയാണ്, ഞാൻ ജില്ലാ സെക്രട്ടറിയുടെ മറ്റേ ഭയങ്കര വലിയ പദവിയിലുള്ളതാണ്, നിങ്ങൾ ഇങ്ങോട്ട് സമരത്തിന് വരുന്നതുകൊണ്ട് എന്നെ വിളിച്ചതാണ്, അപ്പൊ ഇയാൾ ഇങ്ങനത്തെ ഒരുത്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയും കൂടെ അവരുടെ കൂടെ വന്ന് സമരം വിളിക്കുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് അജയ് ഇറങ്ങി വരുവാണ്. ഇതെന്തുവാ ഇവിടെ നടക്കുന്നത്, ഇവള് സന്നാഹം ചെയ്ത് കൊണ്ടുവന്നതാണോ എന്നുള്ള ഒരിതിൽ. കാരണം നേരത്തെ SIയുടെ അടുത്ത് നമ്മുടെ അജയ് പറഞ്ഞത് അവൾ കേസ് കൊടുക്കട്ടെ, അവൾ എനിക്കെതിരെ സമരം വിളിക്കട്ടെ എന്നാണ്. അപ്പൊ എന്ത് ചെയ്യാണ് നമ്മുടെ ഭൂമി അവിടെ നിന്ന് കുറേ വാദോരാത്ത വിഡിതങ്ങൾ വിളിച്ച് പറയാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അകത്തായവരെ ഒന്ന് ഇറക്കാനല്ലേ നോക്കുകയല്ലോ നമ്മുടെ പാർട്ടി പ്രവർത്തകൻ, അതിനെന്തിനാ ലോക്കപ്പിൽ പിടിച്ചിട്ടതും തല്ലിയതും, അപ്പോൾ പാർട്ടിയുടെ നേതാവിനെയാണ് തല്ലാൻ നോക്കിയത്, നമ്മുടെ നാടിനെ ഭരിക്കുന്ന പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഭൂമി ഭയങ്കര താൻ കാസർഗോട്ടേക്ക് പോകാൻ പെട്ടി എടുത്തോടോ എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഭൂമി നൈസായിട്ട് പറയാണ്, ദേ ആ കാണുന്ന കോഫി ഷോപ്പ് ഒരു സാധാരണക്കാരിയുടേതാണ്, അവിടെയുള്ള ബോർഡ് വരെ ഇയാൾ താഴെ ഇറക്കാൻ നോക്കി, നമ്മുടെ പാർട്ടി പ്രവർത്തകയാണ് അവൾ, അപ്പോൾ ആ ബോർഡ് നമുക്ക് അനുവദിക്കാമോ, അനുവദിച്ചൂടാ എങ്കിൽ വാ നമുക്ക് ആ ബോർഡ് എല്ലാവർക്കും കൂടെ എടുത്ത് തിരിച്ചു വെക്കാം എന്നും പറഞ്ഞ് ഭൂമി എന്ത് ചെയ്യാണ്, സന്നാഹങ്ങളെ വിളിച്ചുകൊണ്ട് പോയി ആ ബോർഡ് എടുത്ത് മുകളിൽ തിരിച്ചു വെക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അജയ് ബാലേട്ടനടുത്ത് പറയാണ്, ബാല മര്യാദയ്ക്ക് അവരടുത്ത് പിരിഞ്ഞു പോകാൻ പറ, ഇല്ലെങ്കിൽ ലാത്തി ചാർജ് എടുക്കേണ്ടി വരുമെന്ന് പറയണം. അങ്ങനെ ബാലൻ രഹസ്യമായിട്ട് പോയിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഭൂമിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഭൂമി വെക്കണം, സീരിയസ് ആണോ, അത് സീരിയസ് ആണ് ഭൂമി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഭൂമി വീണ്ടും ഒരു നമ്പർ ഇട്ടിട്ട് പറയാണ്, അത് നമ്മുടെ CSR മാപ്പ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പിരിഞ്ഞു പോകാമെന്ന് പറയാണ്. അപ്പോൾ എല്ലാവർക്കും അപ്പം നമുക്കൊരു ചായ കുടിച്ചിട്ട് പിരിഞ്ഞു പോയാലോ എന്ന് പാർട്ടി പ്രവർത്തകർ ചോദിച്ചപ്പോൾ ചായ കുടിക്കാൻ കാശൊക്കെ ഉണ്ടോ, ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചായ കുടിച്ച് പിരിഞ്ഞു പോവാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി നേരെ സത്യദാസ് താമസിക്കുന്ന, അതായത് നമ്മുടെ വല്യമാവൻ താമസിക്കുന്ന സ്ഥലത്ത് വരുവാണ്, ഒരു വീട്ടിലേക്ക് വരുവാണ്. അത് വേറൊരു വീടാണ്. അപ്പം ആ വീട്ടിന്റെ പുറത്ത് വരുമ്പോൾ തന്നെ ബാൽക്കണി നിൽക്കുന്ന നമ്മുടെ സത്യം കാണുന്നുണ്ട്. അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്, എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ ഒറ്റയ്ക്ക്, ഞാൻ ഇനി ഇങ്ങോട്ട് വരാൻ വേണ്ടി ജ്യോതിഷം നോക്കണോ, എൻ്റെ ഇവിടെ സംഗീതം ഉണ്ടായിരുന്നല്ലോ, അവള് ബാങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി, നീ നമ്മുടെ വീട്ടിൽ കഴിയേണ്ടവനായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിനക്ക് അവിടെ വന്നൂടെ, നിന്റെ വീടല്ലേ. അപ്പോഴത്തേക്കും സത്യം പറയാണ്, ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭവാനി പറയുന്ന ഓരോരോ കാര്യങ്ങൾ കേട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് അവിടുത്തെ അന്തരീക്ഷം കണ്ട് എനിക്ക് ശ്വാസം മുട്ടും എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ അനിയനെ കൊന്നു എന്നല്ലേ അവൾ പറയുന്നത്, 22 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് നടന്നതെന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയാം, എന്നിരുന്നാലും എന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ 22 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കുറച്ച് ക്ലിപ്പിംഗ്സ് കാണിക്കുവാണ്. അതായത് സൗഭാഗ്യ ഫാർമസിയിൽ മയക്കുമരുന്നിൽ വെച്ചാണ് ഓരോ മരുന്നുകൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു, അങ്ങനെ ഇത് പൂട്ടിയടച്ചു, അവർക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ്, അപ്പോൾ സാഗർദാസിന്റെ പേരിലാണിതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ന്യൂസ് ഫ്ലാഷ് ബാക്ക് സീനാണ്. അപ്പോൾ അതിനെ ന്യൂസിൽ കാണിക്കുന്നു. അപ്പം നമ്മുടെ കണ്ണൂർ SP ആയിരുന്നത് ആ സമയത്ത് നമ്മുടെ ഈ പറയുന്ന സത്യനാണ്. അതായത് അപ്പം സത്യനെ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കാൻ ഏർപ്പാടാക്കിയത്, സ്വന്തം അനിയൻ്റെ കേസ് അന്വേഷിക്കാൻ ചേട്ടനെ തന്നെയാണ് ഏർപ്പാടാക്കിയത്. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മുടെ സത്യൻ താമസിക്കുന്ന ആ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് ആര് വരുവാണ്, നമ്മുടെ സാഗറിൻ്റെ വൈഫായിട്ടുള്ള ഭവാനിയും കൂടെ വരുവാണ്, ചേട്ടാ നമ്മളെ രക്ഷിക്കണം. അപ്പോൾ പെട്ടെന്ന് സാഗർ ആരും കാണാതെ, നമ്മുടെ സത്യൻ എന്ത് ചെയ്യാണ്, സാഗറിനെ ആരും കാണാതെ വീട്ടിൽ വന്ന് വാതിലൊക്കെ അടച്ചിട്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ആരെങ്കിലും കണ്ടാൽ നമ്മൾ തമ്മിൽ ഗൂഢാലോചനയാണെന്ന് പറയത്തില്ലേ, എന്താണ് ഫാർമസിയിൽ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, നമ്മുടെ ഭവാനിയും നമ്മുടെ സാഗറും കൂടെ പറയാണ്, അത് ആരോ ഗൂഢാലോചന ചെയ്താണ്. അങ്ങനെ അല്ലല്ലോ, നമ്മുടെ ഫാർമസിക്കകത്ത് തന്നെയാണ് ഇങ്ങനെ വന്നത്, നീ അമ്മയെ മറന്നിട്ടാണോ ഇതെല്ലാം പ്രവർത്തിക്കുന്നത്, ആ ചേട്ടാ നമ്മളെ രക്ഷിക്കണം ചേട്ടാ, ഇല്ല എൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ സത്യത്തിന് കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ആത്മഹത്യ മാത്രമേ ഉള്ളൂ മാർഗം എന്നിങ്ങനെ, അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ മാത്രമേ ഉള്ളൂ മാർഗം എന്ന് അനിയൻ പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സത്യം പറയാണ്, നീ അങ്ങനെയൊന്നും പറയല്ലേ, കേസിന്റെ വഴിക്ക് പോട്ടെ, നമുക്ക് സുപ്രീം കോടതിയിൽ ഒരു നല്ലൊരു അഡ്വക്കേറ്റിനെ വെച്ച് വാദിച്ച് ജയിലിലാക്കാം, അല്ല പുറത്തിറക്കാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ചേട്ടാ ഞാനിപ്പോൾ ഒളിവിലാണ്, ഏട്ടൻ വിചാരിച്ച് നമ്മളെ നിരപരാധിയാക്കാൻ പറ്റൂലേ എന്ന് ഭവാനിയും നമ്മുടെ സാഗറും കൂടെ ചോദിക്കുകയാണ്. എന്നിട്ട് കാല് പിടിക്കണം, നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സത്യൻ എന്ത് ചെയ്യാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് സത്യൻ സുപ്രീം കോടതിയിൽ ഒരു അടിപൊളി അഡ്വക്കേറ്റിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതെല്ലാം ശരിയാക്കിയിട്ട് നേരെ നമ്മുടെ സാഗർ ഒളിവിൽ താമസിക്കുന്ന വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഭവാനി അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ പേടിച്ച് എന്തോ കണ്ട് മറിഞ്ഞു വീഴാണ്, അവിടുത്തെ ഗ്ലാസ്സുകളെല്ലാം വീണ് പൊട്ടുന്നു. അങ്ങനെ ഭവാനി പേടിച്ച് മറിഞ്ഞു വീഴുമ്പോഴേക്കുമാണ് നമ്മുടെ സത്യൻ ആ വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഭവാനി പറയണം, വാടോ താൻ വന്ന് നോക്ക്, താൻ എന്താന്ന് വന്ന് നോക്ക് എന്ന്, താൻ വലിയ നീതിമാനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭവാനി അയാളുടെ കൈ പിടിച്ചുകൊണ്ട് പോയി നോക്കെന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ വല്യമാവൻ്റെ, അതായത് നമ്മുടെ സത്യൻ്റെ അനിയൻ സാഗർ തൂങ്ങി നിൽക്കുന്നതായിരിക്കും മിക്കവാറും കാണിച്ചത്. അപ്പോൾ ഇത് തന്നെയായിരിക്കും ഭവാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇയാൾ കൊന്നു ആ സാധനമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ
അജയും ഭൂമിയും കൂടെ ഒരു നമുക്കൊരു കോംപ്രമൈസിന് ഒരുങ്ങിയാലോ എന്നിങ്ങനെ ഭൂമി ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ അജയ് പറഞ്ഞു, ഞാനും അത് വിചാരിച്ചു, നമുക്കൊരു കോംപ്രമൈസിന് ഒതുങ്ങാം, ഞാൻ കുറച്ച് ഓവർ അല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോഴത്തേക്കും ഭൂമി പറയാണ്, കുറച്ചൊന്നുമല്ല, ഭയങ്കര ഓവർ, അത് തോന്നലൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ഭൂമിയെ പിടിച്ച് ജയിലിനകത്ത് കൊണ്ടിടുവാണ് നമ്മുടെ അജയ്. എന്നിട്ട് 10 വർഷം വരെ തടവ് കിട്ടാനുള്ള ശിക്ഷയാണെന്ന് പറയുകയാണ്. ഭൂമി അവിടെ കുറെ പെണ്ണുങ്ങളും ഉണ്ട്, അവരുടെ കൂടെ ഡാൻസും പാടി ആട്ടും എന്താ പറയുക ആടലും പാടലും ഒക്കെ ആയിട്ട് കിടക്കുവാണ്. അപ്പൊ ഇതാണ് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊമോയിൽ ഈ ആഴ്ച കാണിക്കുന്നതിൽ നമ്മുടെ ഭൂമി അച്ഛന് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്ന സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി അപ്കമിങ് എപ്പിസോഡുകളിലായിരിക്കാം വരാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. വരട്ടെ, എന്തായാലും കൊള്ളാം, നല്ല വേല തന്നെയാണ് ഈ സീരിയലിൽ പോകുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ.